സെക്കൻഡ് ടേമിൽ ഒരു ചാപ്റ്റർ കൂടി കവർ ചെയ്തു അല്ലേ. നമുക്കിനി ഒരു ഏതാനും 3 ചാപ്റ്ററും കൂടെ ഉള്ളൂ. അതൊരു കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് 10th ബയോളജി പോർഷൻ കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അനന്ത് സാറിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി അല്ലേ ഹിന്ദി. അപ്പോൾ ഒരു ചാപ്റ്റർ ഒരു വിഷയം പഠിച്ച് തീർക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സാറ് റിവിഷനും എനിക്ക് ഒന്ന് വർക്കൗട്ടും ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പം നല്ലതായിട്ട് അത് യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബയോളജി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം. ഇനിയിപ്പോ ഉള്ളത് രണ്ടും കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സാ. ഞാൻ പറഞ്ഞില്ല ഇനി ഉള്ളത് എന്താ, 2 ജെനറ്റിക്സിന്റെ 2 ചാപ്റ്റർ, പിന്നെ ഇവല്യൂഷണറി ബയോളജി. ഇവല്യൂഷനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ഇവല്യൂഷണറി ബയോളജി. അതൊരു കുഞ്ഞു ചാപ്റ്റർ. നമ്മൾ എങ്ങനെ ഉണ്ടായി, നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ജെനറ്റിക്സേ ഉള്ളൂ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നത്. പക്ഷെ നമുക്ക് പതുക്കെ പഠിച്ചു പോവാം. നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പൊ ഇത് ഡിസംബർ അല്ലേ ഉള്ളൂ. ജനുവരി പകുതിയോട് കൂടി മിക്കവാറും പോർഷൻ തീരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതാ മെയിൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് പറയിപ്പിച്ചൊക്കെ നോക്കാം. നമ്മൾ എന്താ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്ന നമുക്ക് എന്താ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് പതുക്കെ ഓരോരോ ചാപ്റ്ററും കവർ ചെയ്ത് പോവാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. സ്ലൈഡിലോട്ട് നോക്കിക്കേ. 6ാമത്തെ ചാപ്റ്റർ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് അല്ലേ. ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്നാണ് അതിന്റെ മലയാളം. വാട്ട് ഈസ് ജെനറ്റിക്സ് എന്നുള്ള ജെനറ്റിക്സ് ആണ് ഇത്. ഒരു ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് അത്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ചാണ്. അത് എന്താണെന്നൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ ആ പിക്ചറിലോട്ട് നോക്കിക്കേ. അത് കണ്ടോ? ആദ്യമാണെങ്കിൽ ഒരു മാൻപേടെ അതിന്റെ കുഞ്ഞുങ്ങളും, പിന്നെ ഒരു പൂച്ചയും അതിന്റെ കുഞ്ഞുങ്ങളും, പിന്നെ ഒരമ്മയും 2 കുട്ടികളും അല്ലേ. അപ്പം അതില് ആ മാൻപേടയും കുഞ്ഞുങ്ങളെ കണ്ടോ. അതായത് അവര് നോക്കുമ്പോ ഏകദേശം ഏതൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ ഒരുപാട് എന്താ വേരിയേഷൻസ് ഉണ്ട്. അതായത് ആ കുഞ്ഞുങ്ങളുടെ പുറത്ത് ഇങ്ങനെ പാടുകളില്ലേ, അതായത് വെള്ളപ്പാടുകളില്ലേ, അത് പക്ഷെ അമ്മയുടെ ദേഹത്തുണ്ടോ, അതായത് മാൻപേടയുടെ ദേഹത്തുണ്ടോ? ഇല്ല, അത് മാഞ്ഞുപോയി. അതുപോലെ തന്നെ ആ പൂച്ചയുടെ കാര്യം നോക്കി. ഒരു വെള്ള പൂച്ച, വെള്ള കളറിലെ ഒരു തള്ളപ്പൂച്ചയും പിന്നെ കുറെ കുഞ്ഞുങ്ങൾ തന്നെ പല കളറല്ലേ അതിന്. അപ്പൊ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ അതിനെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സാമ്യതകൾ കാണാനല്ലേ. അപ്പം എന്തൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയോ സാമ്യതകളും ഉണ്ട്. അതാണ് ജെനറ്റിക്സ്. നമ്മളെല്ലാം എന്താണ് നമ്മുടെ പാരന്റ്സിന്റെ കുറെ ജീൻസ് ഇങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെതായ സാമ്യതകളും പിന്നെ നമ്മുടേതായ കുറെ വേരിയേഷൻസും നമ്മുടെ ലൈഫിൽ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. കുറച്ച് പുതിയ ടേംസ് ഒക്കെ കേൾക്കാനുണ്ട്, പക്ഷെ എന്താ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് പതുക്കെ കുറേശ്ശെ പഠിച്ചു പോവാം. വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം ആദ്യത്തെ അതിന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ അമ്മയും കുഞ്ഞുങ്ങളും കണ്ടോ. ഇല്ല, ആ കുഞ്ഞിന്റെ മോളുടെ മുടി നല്ല കേളി ഹെയർ ആണ്, പക്ഷെ അമ്മയുടെ അത്ര കേളി ഹെയർ അല്ല, അതായത് ലോങ് ഹെയർ ആണ്. പക്ഷെ എന്താ ആ അമ്മയും മോളും അല്ലെങ്കിൽ മോനും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ സാമ്യതകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ജെനറ്റിക്സിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പം ആദ്യം നിങ്ങൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. എന്താണ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ. അപ്പൊ അതിൽ ഹെറിഡിറ്ററി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി എന്നുള്ള വേർഡിന്റെ മലയാളം എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? പാരമ്പര്യം. അതെ 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 അതെ, പാരമ്പര്യം. അതായത് പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി വരുന്ന സാധനങ്ങൾ ആണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഹെറിഡിറ്ററി. അപ്പൊ അതെന്താ നോക്കാം. The transmission of features of parents to the offspring is termed as hereditary. ആദർശമായിട്ട് അടുത്ത സ്ലൈഡ് നെക്സ്റ്റ് പേജിൽ കിടപ്പുണ്ടത്. അത് തന്നെ. അതിനകത്ത് ആ ബോക്സിനകത്ത് കണ്ടോ, ആദ്യത്തെ ഇതിനകത്ത് ദ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പാരന്റ്സ് ടു ദ ഓഫ്സ്പ്രിങ്സ് ആർ ടേംഡ് ആസ് ഹെറിഡിറ്ററി. അതായത് പാരന്റ്സിൽ നിന്നും കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന ഫീച്ചേഴ്സിനെയാണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ആൻഡ് ദ ഫീച്ചേഴ്സ് seen in offsprings that are different from parents are called variations. അതുപോലെ തന്നെ ഓസ്പ്രിങ്സ് എന്താണെന്ന് അറിയാലോ, കുട്ടികൾ, യങ് വൺസിൽ കാണപ്പെടുകയും അത് പാരന്റ്സിൽ ഇരിക്കുകയും ചെയ്യുന്ന ആ ഫീച്ചേഴ്സിനെയാണ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളിൽ അത് കാണും, അത് ചിലപ്പോൾ പാരന്റ്സിൽ കാണാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഒന്നുകൂടെ വേരിയേഷൻ എന്താന്ന് പറയാം. ദ ഫീച്ചേഴ്സ് seen in offsprings that are different from their parents. പാരന്റ്സിൽ ഇല്ലാത്തതും കുട്ടികൾ ഉള്ളതുമായിട്ടുള്ള ചില സവിശേഷതകൾ, അതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത്. The branch of science that deals with hereditary and variations is called genetics. അതായത് സയൻസിന്റെ ബ്രാഞ്ചാണ് ജെനറ്റിക്സ്. ദ ഡീൽസ് വിത്ത് എന്തൊക്കെ
ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ, പരമ്പരാഗതമായി കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓസ്പ്രിങ്സിൽ വേരി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവ തമ്മിലുള്ള കോറിലേഷൻ, അതായത് ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു വലിയ ബ്രാഞ്ചാണ്. നമുക്ക് അതിന്റെ ഏറ്റവും എന്താ പറയുന്നത് ഒരു വലിയ സമുദ്രത്തിന്റെ കരയിൽ നിന്ന് കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പഠിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ കുറെ കൂടി പഠിക്കാനുണ്ട്. ഈവൻ ആരും എന്ന് വെച്ചാൽ ഇപ്പോഴും ജെനറ്റിക്സിൽ ഇങ്ങനെ എന്താ നമ്മുടെ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ അതിന് പൂർണ്ണമായിട്ടും അതിന് എല്ലാം ഒന്നും റിവീൽ ആയിട്ടില്ല. അപ്പം അത്രയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ് ജെനറ്റിക്സ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ജീൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാ. ഓക്കെ, നമ്മൾ എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ജെനറ്റിക്സിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് വേരിയേഷൻ ആൻഡ് ഹെറിഡിറ്ററി. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻസ്. അപ്പം എല്ലാ ബ്രാഞ്ചുകൾക്കും എന്താ ഒരു പിതാവുണ്ട്, ഫാദർ ഉണ്ട്. അതായത് ഇപ്പം മലയാള ഭാഷയുടെ പിതാവാരാ? എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ. അതേപോലെ തന്നെ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അരിസ്റ്റോട്ടലിനെ പറയും. അത് തന്നെ ബോട്ടണിയുടെ കാര്യം പറയുകയാണെങ്കിൽ തിയോഫ്രാസ്റ്റസ് പറയും. അങ്ങനെ അങ്ങനെ ഓരോരോ ബ്രാഞ്ചസ് എന്തുണ്ട്, ഫാദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസിലെ ബ്രാഞ്ചായ ജെനറ്റിക്സിനും ഒരു ഫാദർ ഉണ്ട്. ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. കണ്ടോ ആ സൈഡിലത്തെ പിക്ചർ കണ്ടോ? ആ ഒരു ഫാദറിന്റെ പിക്ചർ കണ്ടോ? ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. മെൻഡൽ എന്നാണ് നമ്മൾ പറയുന്നത്. മെന്റൽ നമ്മുടെ ഈ മെന്റൽ എന്താ? MENTEL മെന്റൽ. ഓക്കെ, അത് ആ ഒരു ജെനറ്റിക്സിനെ പറ്റി സ്റ്റഡി ചെയ്ത ആ പുള്ളിയുടെ പേരാണ്. പുള്ളി അല്ല, അതൊരു ഒരു എന്താ പറയാ ഒരു സന്യാസിയാണ്, ഒരു ഫാദറാണ്, ഒരു പള്ളിയിൽ അച്ഛനാണ്. അദ്ദേഹമാണ് ജെനറ്റിക്സിന്റെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് ആദ്യം തുടക്കമിട്ട് തന്നത്. അതുകൊണ്ടാണ് എന്താ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ഒരു സാധനമേ ചിലപ്പോൾ ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു ബ്രാഞ്ച് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയില്ലെങ്കിൽ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു മെമ്മറി ആയിട്ട് നമ്മൾ ആരെയാണ് പറയുന്നത്? മെന്റലിനെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു കെമിസ്ട്രിയിൽ ഒരാളെ പഠിക്കുന്നില്ലേ, മെന്റലീവ്. ഓക്കെ, മെന്റലീവ് വേറെ മെന്റലി വേറെ, ഞാൻ പറഞ്ഞതാ. അപ്പം ജെനറ്റിക്സിന്റെ ഫാദർ ആരാണ്? മെന്റൽ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ആരാ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ആ സൈഡിലത്തെ നോക്കിക്കോ. ബോൺ ഇൻ 1822 അറ്റ് ബ്രൺ. ബ്രണ്ണില് 1822 ഉള്ളൊരു സന്യാസിയായിരുന്നു അദ്ദേഹം. ഇൻ ഓസ്ട്രിയ, പണ്ടത്തെ ഓസ്ട്രിയ, ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഓസ്ട്രിയയിലെ ബ്രണ്ണില് ഉണ്ടായിരുന്ന ഒരു സന്യാസിയായിരുന്നു ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. He studied the inheritance of 7 pairs of contrasting traits in pea plant. അദ്ദേഹം ജെനറ്റിക്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത പ്ലാന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈസം സെക്ടേവം ആണ്. പൈസം സെക്ടേവം നിങ്ങളുടെ ഇതിനകത്തുണ്ട്. പീ പ്ലാന്റ്. പീ പ്ലാന്റ് തന്നെ പൈസം സെക്ടേവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ പീ പ്ലാന്റ് അല്ല, നമ്മൾ മറ്റേ വാളരിപ്പയർ എന്ന് പറയത്തില്ല, അത് നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിക്ചർ കുറച്ച് വലുതായിട്ടുള്ള വലിയ പോടൊക്കെയുള്ള, അതായത് നമ്മുടെ സാധാ പയറിനെ കൂട്ട് ചെറുതല്ല, ഇത്തിരി വലിയതായിട്ടുള്ള അതാണ് പൈസം സെറ്റേവം. പൈസം സെറ്റേവത്തിലാണ് ജെനറ്റിക്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ സെലക്ട് ചെയ്ത പ്ലാന്റ്. ഓക്കെ, അപ്പൊ അതിന് കുറെ എന്താ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് അയാൾ അത് സെലക്ട് ചെയ്തു എന്നുള്ളതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതായത് അതിനകത്ത് മെയിൻ ആയിട്ട് 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ കോൺട്രാസ്റ്റിംഗ് എന്നുള്ള മീനിങ് എന്താ നിങ്ങൾക്ക് അറിയോ? അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഒന്ന് വലുതാണെങ്കിൽ മറ്റൊന്ന് ചെറുത്. ഓക്കെ, ഒന്ന് ചെറുതാണെങ്കിൽ അങ്ങനെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് 7 7 പെയർസ് ഉണ്ടായിരുന്നു. 7 പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 14 ക്യാരക്ടേഴ്സ്. ഓക്കെ, ഒരു പെയർ എന്ന് വെച്ചാൽ എന്താ? 2. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ അങ്ങനെ 7 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പൈസം സെക്ടേവം അല്ലെങ്കിൽ പീ പ്ലാന്റിനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഓക്കെ, പീ പ്ലാന്റ് സയന്റിഫിക്കലി നോൺ ആസ് പൈസം സെക്ടേവം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിച്ചോണം. വിച്ച് പ്ലാന്റ് ഈസ് സെലക്ടഡ് ഫോർ മെന്റൽ ഫോർ ഹിസ് എക്സ്പെരിമെന്റ് എന്ന് ചോദിക്കും. പൈസം സെക്ടേവം. Okay, he formulated the laws of inheritance by analyzing the inheritance characters like height of the, അതാണ് 7 pairs of contrasting characters. എന്തൊക്കെയാണ് അദ്ദേഹം അനലൈസ് ചെയ്തെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ. ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ്, പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്, ഷേപ്പ് ഓഫ് സീഡ്, കളർ ഓഫ് സീഡ് കോട്ട്, കളർ ഓഫ് കോട്ടിലിഡൻസ് ആൻഡ് കളർ ഓഫ് ഫ്രൂട്ട് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ടും. ഷേപ്പ് ഓഫ് ഫ്രൂട്ട് ഉണ്ട്, റൗണ്ട് റെഗുലർ ഉണ്ട്. മെയിൻ ആയിട്ട് അദ്ദേഹം 7 കാര്യങ്ങളാണ് ഈ പറഞ്ഞ. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്താണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ,
though his studies on inheritance, he explained each character is controlled by a pair of factors. അത് അണ്ടർലൈൻ ചെയ്തേക്കണം. അതായത് അദ്ദേഹം എന്താ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് എന്താ നമ്മുടെ ഇൻഹെറിറ്റൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ ഫാക്ടേഴ്സ് ഉണ്ട്, എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പൈസം സെക്ടേവ് അല്ലെങ്കിൽ നമ്മൾ പി പ്ലാന്റിനെ സെലക്ട് ചെയ്തു. ഞാൻ ഇപ്പൊ ഒരു ക്യാരക്ടർ എടുക്കുക, നീളം, ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എടുക്കുക. അപ്പം ഹൈറ്റില് അദ്ദേഹം സെലക്ട് ചെയ്ത രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്വാളും ഡാർഫും, നീളം ഉള്ളതും നീളം കുറഞ്ഞതും. ഓക്കെ, അതാണ് രണ്ട് പെയർ ഓഫ് കോൺട്രാസ്റ്റ്, രണ്ട് പെയർ അല്ല, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യാൻ എന്തുണ്ട്, രണ്ട് പേര് ക്യാരക്ടേഴ്സ്, ഒരു പേര് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് സാധനങ്ങളുണ്ട്, ട്വാളും ഉണ്ട് ഡോർഫും ഉണ്ട്. പൊക്കം കുറഞ്ഞതും, ഡോർഫ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞതും, ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയതും. അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ചേർന്നാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇൻ 1866 his findings were published but they failed to get due recognition. അദ്ദേഹം എന്ത് ചെയ്തു, 1866 അദ്ദേഹത്തിന്റെ ഈ ഫൈൻഡിങ്സ് ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്ത് ഇതിന്റെയൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്തു. പക്ഷെ എന്ത് പറ്റി, അതിനൊരു വേണ്ടത്ര ഒരു എന്താ പറയാ ഒരു റീച്ച് കിട്ടിയില്ല എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും എത്തപ്പെട്ടില്ല, അത് എല്ലാവരും അംഗീകരിച്ചില്ല, അതാണ് കറക്റ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ അതെല്ലാം പൊട്ടത്തരങ്ങളാണ്. കാരണം പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഓൾറെഡി ഡിസ്കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഒട്ടും ഡെവലപ്ഡ് അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ പീരീഡ് ഏറെ എന്നാണെന്ന് 1822, 1822 സയൻസ് പ്രോഗ്രസ് ചെയ്ത് വരുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ജനറ്റിക്സ് ജീൻസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ പുതിയൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും എന്ത് പറയും, പ്രൂഫ് ഇല്ലെങ്കിൽ എല്ലാവരും പറയും ഓ പൊട്ടത്തരാണ് എന്ന് പറയും. പക്ഷെ ഇദ്ദേഹം പ്രൂഫോട് കൂടി ഒരു വലിയൊരു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ട് പോലും അതിനൊരു വേണ്ടത്ര ഒരു എന്താ റീച്ച് കിട്ടിയില്ല. ഓക്കെ, 1866 ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ റെക്കഗ്നിഷൻ ലഭിച്ചില്ല. ഇൻ 1884 പക്ഷെ 1884 എന്ത് ചെയ്തു, ഹി വാസ് ഡൈഡ്, അദ്ദേഹം മരിച്ചു. 1866 പബ്ലിഷ് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയില്ല, അതിന് വേണ്ടുന്ന അത്ര അംഗീകാരം ലഭിച്ചില്ല. 1884 അദ്ദേഹം മരിച്ചു. The significance of his findings was identified by research works conducted later. അതിനുശേഷം 1884 അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വർക്കുകൾ റീസെർച്ച് ചെയ്തു. അതായത് വേറെ എന്തൊക്കെയോ ഇങ്ങനെ 3 പേരുണ്ട്, ഹ്യൂഗോ ഡീവ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേര്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. 3 പേര് ഈ ജനറ്റിക്സിന്റെ പാത പിന്തുടർന്ന് വന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് കറക്റ്റ് ആയിരുന്നു എന്ന് അവർ ശരിവെച്ചു. അപ്പൊ ഈ ലോകം അംഗീകരിച്ചു. മനസ്സിലായോ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമതികൾ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലൊരു കഥ പോലും ഉണ്ട്. ഇദ്ദേഹം എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലായിരുന്നു, ക്രിസ്തീയ സഭയുടെ ഒരു എന്താ അച്ഛനായിരുന്നു. അപ്പം അന്നത്തെ കാലത്തല്ല ഇപ്പോഴും ഉണ്ട്, വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് സയൻസിനെ അധികം പ്രൊമോട്ട് ചെയ്യാത്തൊരു സമയമായിരുന്നു അത്. അതായത് എല്ലാം ഓൾമൈറ്റി എന്നൊരു പവർ, ഇപ്പോഴും ഓൾമൈറ്റിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാലും അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ദൈവ ഇതിനെതിരാണ്, എല്ലാം മാസ്ക് ചെയ്ത് വെക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹം അത് അവിടെ അവതരിപ്പിച്ചപ്പോ അതിനെ പുറത്തോട്ട് വിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സും അദ്ദേഹത്തിന്റെ കുഴിയോടൊപ്പം തന്നെ ഇട്ട് മൂടിക്കളഞ്ഞു, കുഴിമാർത്തി ഇട്ട് മൂടിക്കളഞ്ഞു. പക്ഷേ ലേറ്റർ 3 പേര് വന്നു, ഹ്യൂഗോ ഡീവ്രീസ്, കാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേര് വന്ന് ജനറ്റിക്സിനെ പറ്റി സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പേപ്പർ കണ്ടെത്തുകയും ഇദ്ദേഹത്തിന്റെ കുഴി മാന്തി അത് പുറത്തെടുത്ത് പിന്നെയാണ് അദ്ദേഹത്തിന് ഒരു അംഗീകാരം അദ്ദേഹത്തിന്റെ തിയറീസിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആരാണ് ഫാദർ ഓഫ് ജനറ്റിക്സ്? ബിഹർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം ബ്രണ്ണിലുള്ളൊരു ഒരു അച്ഛനായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു, അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം എന്തിനാണ് സെലക്ട് ചെയ്തത്? പൈസം സക്ടൈവം, അതായത് പയർ ചെടിയിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, അതിനകത്ത് തന്നെ ഒരു 7 പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു പൈസം സക്ടൈവം.
അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അദ്ദേഹം അതിനെ സെലക്ട് ചെയ്തത്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, അതായത് പെട്ടെന്ന് പയർ ചെടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, 6 മാസം കൊണ്ട് നമുക്ക് നട്ട് വളർത്തി അത് കായ് ലഭിക്കും. ഒരുപാട് നാൾ, അതായത് തെങ്ങൊക്കെ വെക്കുന്ന പോലെ വർഷങ്ങൾ നമ്മളൊരു എക്സ്പെരിമെന്റിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. പയർ ചെടി നമ്മൾ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, പെട്ടെന്ന് കൾട്ടിവേറ്റ് ചെയ്യാം, സ്ഥലം കുറച്ച് മതി. അതുപോലെ തന്നെ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് ഒരു ചെടി തന്നെ 7 പെയർ, 7 തരത്തിലുള്ള ക്യാരക്ടറുകൾ, സ്വഭാവങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 7 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് 7 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്സ്, പ്ലാന്റിന്റെ ഹൈറ്റ്, പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്. പൊസിഷൻ ഓഫ് ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞു, ടോളും ഡാർഫും. ഇനി പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ് പറയുകയാണെങ്കിൽ എന്താ, ആക്സിയൽ ആൻഡ് ടെർമിനൽ, അതായത് അഗ്രഭാഗത്ത് ഉണ്ടാകുന്നതും. ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സൈഡിൽ നിങ്ങൾ ചെടി കണ്ടിട്ടില്ലേ, ചില ചെടികളിൽ ഇപ്പൊ ചെമ്പരത്തി ഒക്കെ ആണെങ്കിൽ അറ്റത്തും പൂവുണ്ടാവും, അതുപോലെ തന്നെ സൈഡിലത്തെ ബ്രാഞ്ചിൽ നിന്നും പൂവുണ്ടാവും. ചിലത് സൈഡിൽ മാത്രമേ പൂവുണ്ടാകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ കത്രാന്ത്രസ്, അത് നമ്മുടെ നിത്യകല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള പൂ, അതിന് സൈഡിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പ്ലാന്റ്സിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്, ആക്സിയൽ ആയിട്ടും ഉണ്ടാവും, ടെർമിനൽ ആയിട്ടും ഉണ്ടാവും. അതാണ് പൊസിഷൻ ഓഫ് ദി ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി ഷേപ്പ് ഓഫ് ദി സീഡ്, അത് റൗണ്ട് ആണോ, റിങ്കിൾഡ് ആണോ, ഉരുണ്ടതാണോ, ചുരുങ്ങിയതാണോ. പിന്നെ അതുപോലെ തന്നെ കളർ ഓഫ് ദ സീഡ് കോട്ട്, അത് അത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ജെനറ്റിക്സിന്റെ സ്റ്റഡി നടത്തിയത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ജെനറ്റിക്സ് എന്താണെന്നും ഹെറിഡിറ്ററി എന്താണെന്നും വേരിയേഷൻ എന്താണെന്നും ഗ്രിഹാർഡ് ഹാൻഡം എന്താ മെന്റേലിയൻ എക്സ്പെരിമെന്റ് എന്താണെന്നും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ വേദ, ഓക്കെ. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒന്ന് പ്രതികരിക്കണേ, ഇങ്ങനെ മനസ്സിലായെങ്കിൽ മനസ്സിലായി, അല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറയണം, എന്നാലേ നമുക്ക് ബാക്കി പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എമർജൻസ് ഓഫ് ജെനറ്റിക്സ്, ജെനറ്റിക്സിന്റെ ഒരു വഴി എങ്ങനെയാണ് തെളിഞ്ഞതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ ബേസ്. ഇത് മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. The inferences formulated by the scientist named Grihar Johan Mendel on the basis of hybridization experiment carried out in pea plants lead to the foundation of genetics. അത് തന്നെയാണ് അപ്പുറത്ത് പറഞ്ഞത്. ഗ്രിഹർ ജൊഹാൻ മെൻഡൽ ഹൈബ്രിഡൈസ് ചെയ്തു. ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് 2 പ്ലാന്റ്സിനെ തമ്മിൽ പോളിനേറ്റ് ചെയ്യിക്കുക. അതാണ് സിംപ്ലി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു കാര്യമാണ് ജെനറ്റിക്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെന്റലിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. പൈസം സെക്ടറത്തിന്റെ പടം കണ്ടോ? നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്ന നീളം പയറല്ല, മറ്റേ ഇവിടൊക്കെ വളരിപ്പയർ എന്നാ പറയുന്നത്. അതായത് നല്ല നീളമുള്ള കട്ടിയുള്ള തോടുള്ള പയറാണ്. കാരണം അതിനകത്ത് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഇത്തിരി ബിഗ് സൈസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇനി എക്സ്പെരിമെന്റ് എന്താണ്? ഗ്രിഹർ ജൊഹാൻ മെൻഡൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് പറയുന്നില്ല. ഇനി എക്സ്പെരിമെന്റ് നോക്കിക്കോ. എക്സ്പെരിമെന്റ് ഓഫ് മെൻഡൽ. ആദ്യം ഇദ്ദേഹം ചെയ്തത് ഒരു ക്യാരക്ടർ എടുത്തു, അതായത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ 6.1 of the hybridization experiment conducted on the basis of 2 contrasting traits on the of the character height in the pea plant. ആദ്യം അദ്ദേഹം പീ പ്ലാന്റിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ ക്യാരക്ടർ എടുത്തു, അതായത് രണ്ട് ക്യാരക്ടേഴ്സ് എടുത്തു. ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് 2 കോൺട്രാസ്റ്റിംഗ് ഇതെടുത്തു. അതായത് ഹൈറ്റിൽ തന്നെ ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്, നീളം കൂടിയവയും നീളം കുറഞ്ഞവയും. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റ് നടത്താൻ തുടങ്ങിയത്. ഓക്കെ, here the factors are illustrated using symbols. ഇവിടെ എന്ത് ചെയ്തു, ഈ നമ്മുടെ ഈ ആവശ്യമായിട്ട് അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കുമോ? ഈ ജെനറ്റിക്സിനകത്ത് നമ്മൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോഴും എന്താണ്, സിമ്പിൾസ് വെച്ചാണ് ജെനറ്റിക്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ പാട് എന്ന് പറയുന്നത്. ഒന്നാമത് നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ലൈവ് ക്ലാസ് അല്ല എടുക്കുന്നത്, അതായത് അവിടെ ബോർഡും ഒന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ വൈറ്റ് ബോർഡ് ഉപയോഗിക്കാന്ന് വിചാരിച്ച, പക്ഷെ അത് എഴുതി തന്നാലും എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മൾ ബോർഡിൽ എഴുതി കാണിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. കാരണം ഒന്നുമില്ല പിള്ളേരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സിമ്പലുകൾ ഉപയോഗിച്ചാണ് ഓരോ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ടോൾ എന്ന ക്യാരക്ടറിന് നമ്മൾ ഓൾവേസ് റെപ്രസെന്റ് ആസ് ക്യാപിറ്റൽ ടി, ടോൾ. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചോ, ടോൾ എന്നുള്ള ക്യാരക്ടറിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആയിരിക്കും.
അത് തന്നെ ഡ്വാർഫ്, അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് ടോൾ ആൻഡ് ഡാർഫ്. അപ്പൊ അതിൽ ടോളിനെ എപ്പോഴും നമ്മൾ എന്താ, ടോൾ എന്ന് പറഞ്ഞാൽ എന്താ, നീളം കൂടിയത്. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ എന്താ, നീളം കുറഞ്ഞത്. അപ്പം നീളം കൂടിയത് വലുതിനെ നമ്മൾ എന്താ ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ചിട്ടും നീളം കുറഞ്ഞതിനെ സ്മോൾ ടി വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത്ര എഴുതി വെച്ചോ, ടോൾ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആൻഡ് ഡ്വാർഫ് ഇസ് ഈക്വൽ ടു സ്മോൾ ടി. അപ്പം അതിനെ വെച്ചിട്ടാണ് അദ്ദേഹം, സിമ്പിൾസിനെ വെച്ചിട്ടാണ് അദ്ദേഹം എന്താ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഈ ഓരപ്പം ടോളും ഡാർഫും, അതായത് ഒരു നീളം നിങ്ങൾ കണ്ട ഒരു നീളം കൂടിയ ഒരു പയറുചെടി, നീളം കുറഞ്ഞ ഒരു പയറുചെടി. അപ്പം നീളം കൂടിയ പയറുചെടി എന്താണ്, ടോൾ. അവിടുത്തെ ലെറ്റേഴ്സ് അതിൽ ഓരോന്നിനും ഗമേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ടോളിനകത്തെ ഗമേറ്റ് ക്യാപിറ്റൽ ടിയും ഡ്വാർഫിനകത്തെ ഗമേറ്റ് സ്മോൾ ടിയും ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ്. അപ്പം ടിയും ഇവിടെ ക്യാപിറ്റൽ ടി ടോള്, സ്മോൾ ടി ഡ്വാർഫ്. അപ്പൊ അത് രണ്ടും കൂടി ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ക്യാപിറ്റൽ ടിയും. അതായത് ഇവിടെ രണ്ട്, ഞാൻ പറഞ്ഞു ഒരു ക്യാരക്ടറിനകത്ത് എന്തുണ്ട്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഡോമിനന്റ് ആയിട്ട് നമ്മൾ ടി ആ എടുത്തേക്കുന്നത്. ടിയും ഇവിടുന്ന് സ്മോൾ ടിയും കൂടെ ചേർന്ന് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ ഉണ്ടായി. പക്ഷെ ഇവിടുത്തെ ആൻസർ നോക്കിക്കേ, F1, അതായത് നമ്മൾ ആദ്യത്തെ ജനറേഷൻ കിട്ടിയ ഓസ്പ്രിങ്സിന് നമ്മൾ എന്താണ് റിസൾട്ട് എഴുതിയേക്കുന്നത്, ടോൾ എന്നാ എഴുതിയേക്കുന്നത്. കാരണം എന്താ, അത് നിങ്ങൾക്ക് താഴെ പഠിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വലിയൊരു ആജാനുബാഹമായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരു കുഞ്ഞൊരു മനുഷ്യന് നിൽക്കുക. അപ്പൊ അത്യാവശ്യം നീളവും വണ്ണമൊക്കെ ഉള്ള ഒരാളും അതിന്റെ തൊട്ട് കുറെ തീരെ വണ്ണം ഇല്ലാത്ത ഒരാൾ നിൽക്കുക. അപ്പൊ എന്ത് പറ്റും, ഈ വലിയ ആള് നിൽക്കുന്നത് കൊണ്ട് ചെറിയ ആളെന്താ അവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ആ ആൾ അവിടെ ഉണ്ട്, ആൾ എവിടെയും പോയിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത്, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത്, ആ ചെറിയ ആളെ അതിനകത്ത് കാണാൻ പറ്റത്തില്ല. അത് ആ ഒരു തിയറിയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ ചേർന്നിട്ടാണ് ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെ ടി വലുതായതുകൊണ്ട് തന്നെ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഡൊമിനേറ്റ് ചെയ്യുകയും മറ്റേത് റെസസീവ് ആയി പോവുകയും ചെയ്യുന്നു. ഇനി കുറെ ടേംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് എന്തുവാന്ന് പുറകാലം പറഞ്ഞുതരാം. When the plants that differ in a pair of contrasting traits are hybridized, only one trait is expressed while the other is hidden, remains hidden in the offspring of the first generation. അതായത് രണ്ട് ക്യാരക്ടേഴ്സ്, ഒരേ ക്യാരക്ടറിന് തന്നെ രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയറുകളെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിക്കുമ്പം, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു നീളമുള്ള ചെടിയും ഒരു നീളം കുറഞ്ഞ ചെടിയും, അതിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിക്കുമ്പം അതിൽ ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക, മറ്റത് എന്ത് ചെയ്യും, സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. ആ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ, എക്സ്പ്രസ്ഡ് ക്യാരക്ടറിനെയാണ് നമ്മൾ ഡൊമിനന്റ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റീവ് ക്യാരക്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, റെസിസ്റ്റീവ് ട്രേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. when plants that differ in a pair of contrasting traits are hybridized, രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയർ ഉള്ള ഒരു പ്ലാന്റ് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്താൽ only one trait is expressed, ഒരു ട്രേറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എപ്പോഴും എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. while the other remains hidden in the offsprings of first generation. F1ന്റെ കാര്യമാണ് പറഞ്ഞത്, ഒന്നാമത്തെ ജനറേഷനില്, അതായത് രണ്ട് പാരന്റ്സ് ചേർന്ന് ഒരു കുട്ടി ഉണ്ട് ആദ്യത്തെ ജനറേഷൻ, അതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ F1ല്. ഓക്കെ, in the F1 generation the expressed trait is called a dominant trait and the hidden trait is called a recessive trait. അതില് എക്സ്പ്രസ് ചെയ്യപ്പെട്ട, അതായത് പ്രദർശിപ്പിക്കപ്പെട്ട ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡൊമിനന്റ് ട്രേറ്റ് എന്നും അതിൽ ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന ട്രേറ്റിനെ നമ്മൾ എന്ത് പറയും, റെസസീവ് ട്രേറ്റ് എന്നും പറയും. മനസ്സിലായോ? എനിക്കറിയാം ഇച്ചിരി പാടാന്ന്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ പീ പ്ലാന്റിനെയാണ് സെലക്ട് ചെയ്ത. പീ പ്ലാന്റിന്റെ ഒരു ക്യാരക്ടർ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ടോളും ഉണ്ട് ഡാർഫും ഉണ്ട്. അതിൽ ടോളിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, വേദ? ടോളിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടി. ഓക്കെ, സ്മോൾ ഡ്വാർഫിനെ നമ്മൾ എങ്ങനെയാണ് ജസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡ്വാർഫ്? സ്മോൾ ടി. ഓക്കെ, ശരി. ഓക്കെ, സ്മോൾ ടി. അപ്പോൾ നമ്മൾ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ചു. അപ്പം നമുക്ക് ആക്ച്വലി എന്തുണ്ടാവും, രണ്ട് ഗമേറ്റ്സ്. നമ്മൾ ഗമേറ്റുകൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റൗണ്ടിനകത്ത് മാത്രമേ ഗമേറ്റ്സിനെ എഴുതാവൂ, വിത്തിൻ സർക്കിൾസ് അതിനകത്ത് മാത്രമേ ഗമേറ്റ്സിനെ എഴുതാവൂ. ഓക്കെ, അപ്പൊ രണ്ട് ഗാമറ്റുകൾ എടുത്തു, ക്യാപിറ്റൽ ടിന്ന് ഒരു ടിയും എടുത്തു, സ്മോൾ ടിന്ന് ഒരു ടിയും എടുത്തു. അതിനെ ക്രോസ് ചെയ്തപ്പം ഒരു ക്യാപിറ്റൽ ടി ഇവിടുന്ന് വന്നു, ഒരു സ്മോൾ ടി ഇവിടുന്ന് വന്നു. അപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ്, ടോൾ ആണ്, ടി, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. പക്ഷെ എഴുതുന്ന റിസൾട്ട് എന്തായിരിക്കും, ടോൾ ആയിരിക്കും. കാരണം എന്താണ്, ഉണ്ടായിരിക്കുന്ന ഒരു ക്യാരക്ടർ വലുതും
ഉണ്ടായിരിക്കുന്ന ഒരു ക്യാരക്ടർ വലുതും മറ്റത് ചെറുതുമാണ്. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ 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 ഓക്കെ. ഇവിടെ കറണ്ട് പോയി, അതാ ചോദിച്ചത്. ഓക്കെ, അതില് ഒരു ക്യാരക്ടർ ക്യാപിറ്റൽ ടിയും ഒരു ക്യാരക്ടർ സ്മോൾ ടി ആണ്. പക്ഷെ ഉണ്ടായിരിക്കുന്നത് ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അതായത് എക്സ്പ്രസ് ചെയ്തേക്കുന്നത് ഡൊമിനന്റും ഹിഡൻ ആയിരിക്കുന്നത് റെസസീവ് ആണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞത്. അതായത് F1 ജനറേഷനിൽ ഒരെണ്ണം റെസസീവ് ആയിരിക്കും, ഒരെണ്ണം ഡോമിനന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് അതിലുള്ളത്. ഇനി ജീൻസ് ആൻഡ് അലീൽസ് എന്ന് എന്തൊക്കെയാണെന്നാ പറഞ്ഞത്. നമ്മൾ ഇത്രയും വരെ, അതായത് ഈ നിമിഷം വരെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അതിനെ ഫാക്ടേഴ്സ് എന്നാണ് ഗ്രിഹർ ജൊഹാൻ മെന്റൽ മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ ലേറ്റർ ഞാൻ പറഞ്ഞു ഹ്യൂഗോ ഡിവറീസ് അതുപോലെ തന്നെ കാൾസ്, അങ്ങനെ 3 പേരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ സ്റ്റഡി ചെയ്ത് വന്നപ്പോ എന്ത് മനസ്സിലായി, ഇത് ഫാക്ടേഴ്സ് അല്ല, ഇത് അലീൽസ് ആണെന്ന് മനസ്സിലായി. അതാണ് പറയുന്നത്. ഓക്കെ, ആ ജീൻസ് ആൻഡ് അലീൽസ് എന്ന് പറഞ്ഞ സൈഡിലത്തെ പോർഷൻ നോക്കിക്കോ. ഗ്രിഹർ ജൊഹാൻ മെന്റൽ അസ്യൂം ദാറ്റ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് from parents to offspring by certain factors transferred through gametes. അപ്പം ഗ്രിഹർ ജൊഹാൻ മെന്റൽ പറഞ്ഞു വെച്ചാൽ എന്താ, മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിലേക്ക് certain ക്യാരക്ടേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ലേറ്റർ സ്റ്റഡീസ് ദാറ്റ് ദ ഫാക്ടേഴ്സ് ആർ ജീൻസ് പ്രസന്റ് ഇൻ ദ chromosomes of the nucleus. അതായത് ലേറ്റർ സ്റ്റഡി, അതായത് പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ എന്ത് കണ്ടുപിടിച്ചു, ഗമേറ്റ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സാധനം ഫാക്ടേഴ്സ് അല്ല, അത് ജീൻസ് ആണ്. അത് നമ്മുടെ ക്രോമസോമിലെ ന്യൂക്ലിയസിലുള്ള സാധനമാണ്, ജീൻസ് ആണ് എന്ന് മനസ്സിലായി. എ ജീൻ ദാറ്റ് കൺട്രോൾസ് എ ക്യാരക്ടർ ഹാസ് 2 ഡിഫറെന്റ് ഫോംസ്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിനെ, ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിന് മെയിൻ ആയിട്ടും 2 ഫോമുകളുണ്ട്. അതായത് ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ, ഇപ്പൊ എന്താ, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് നീളം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ 2 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്, 2 ഫോംസ് ആണ് ഉള്ളത്. ദേ ആർ കോൾഡ് അലീൽസ്. അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാനുള്ള 2 അലീൽസ് ഏതൊക്കെയാണ്? ടോൾ എന്ന് പറയുന്ന ഒരു അലീലും ഡ്വാർഫ് എന്ന് പറയുന്ന വേറൊരു അലീലും. മനസ്സിലായോ? അതായത് ഈ നമ്മുടെ ഗ്രിഹർ ജൊഹാൻ മെന്റൽ പറഞ്ഞു വെച്ചത് ഗമേറ്റ്സിലൂടെ പാരന്റ്സിൽ നിന്നും ഓസ്പ്രിങ്സിലോട്ട് കിട്ടുന്ന സാധനം എന്താണ്, ഫാക്ടേഴ്സ് ആണ് എന്ന് വരെ ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ഗ്രിഹർ ജൊഹാൻ മെന്റൽ കണ്ടുപിടിച്ചു വെച്ചു. പക്ഷെ ലേറ്റർ സ്റ്റഡീസ്, പിന്നീട് വന്ന സ്റ്റഡീസിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി, ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സാധനം ജീനുകളാണെന്നും അത് ക്രോമസോമിലെ ന്യൂക്ലിയസസ് ആണെന്നും മനസ്സിലായി. ഓക്കെ, അപ്പം ഈ ജീനുകൾ, അതായത് ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ജീൻ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ കാണും. ഓക്കെ, ആ ജീനിനകത്ത് 2 ടൈപ്പ് ഓഫ് ഫോംസ് ഉണ്ട്, ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അലീൽസ് എന്ന് പറയുന്നത്. അപ്പം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ഏതൊക്കെയാണ്? ടോളും ഡാർഫും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ കോൾഡ് അലീൽസ്. ജനറലി എ ജീൻ ഹാസ് 2 അലീൽസ്. ജനറലി ഒരു ജീനിന് എത്ര ഉണ്ട്? 2 അലീൽസെ കാണും. പക്ഷെ അതിൽ കൂടുതൽ അലീൽസ് വരുന്ന കേസസും ഉണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. 2 അലീൽസ് ആണ് ജനറലി കാണുന്നത്. ഫോർ എക്സാമ്പിൾ, capital T and small t are the different alleles of the gene that controls the character's height. Height എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീലിക് ഫോംസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, the allele capital T determines the trait tallness and the allele small t determines the trait dwarfness. അതിൽ തന്നെ ക്യാപിറ്റൽ ടി എന്ത് അലീലാണ്, ആ അലീൽ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറും സ്മോൾ ടി എന്ന് പറഞ്ഞ അലീല് ഡ്വാർഫ്നെസ് എന്ന് പറഞ്ഞ ക്യാരക്ടറുമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The dominant trait in the first generation is generally indicated by the capital letter and the allele that determines the recessive trait is indicated by a small letter. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. F1 ഒരെണ്ണം ഡൊമിനേറ്റീവും ഒരെണ്ണം റെസസീവ് ആയിരിക്കും. ഡൊമിനേറ്റ് ആയതിനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടും റെസസീവ് ആയതിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ടുമാണ് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. എന്ന് വെച്ചാൽ ഒറ്റ ക്യാരക്ടറിനെ ബേസ് ചെയ്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇനി വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ട്രൈ ഹൈബ്രിഡ് ക്രോസ്, ട്രൈ ഇല്ല, ഡൈ വരെ പഠിക്കാനുണ്ട്. ഡൈ എന്നൊക്കെ പറഞ്ഞാൽ 2 ക്യാരക്ടർ, അതായത് ഹൈറ്റ് ഓഫ് ദ ഫ്ലവറും പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റും പൊസിഷൻ ഓഫ് ദ ഫ്ലവറും
കൂടി മിക്സ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന പരിപാടി. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. നിങ്ങളിപ്പം ഒറ്റ മോണോഹൈബ്രിഡ് ക്രോസ്, അതായത് ഒരു ക്യാരക്ടറിന്റെ രണ്ട് അലീലിക് ഫോംസിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോ ആദ്യം F1 ജനറേഷൻ വരെ പഠിച്ചു കഴിഞ്ഞു. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ചേർന്നിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായി. ദാറ്റ് ഈസ് F1 ജനറേഷൻ. അതിൽ എക്സ്പ്രസ് ചെയ്തതിന് ഡൊമിനന്റ് ക്യാരക്ടർ എന്നും സപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതിന് റെസസീവ് ട്രേറ്റ് എന്നും പറയുന്നു. ഓക്കെ, ഇനി the fact that no intermediate plants were formed by the hybridization of tall and dwarf plants and the factors responsible for darkness remaining hidden pursued മെന്റൽ ടു കണ്ടിന്യൂ വിത്ത് ദിസ് എക്സ്പെരിമെന്റ്. അപ്പം ഇവിടെ വെച്ച് വേണമെങ്കിൽ മെന്റലിന് നിർത്തിയായിരുന്നെങ്കിൽ വേറൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ മെന്റലിന് എന്ത് മനസ്സിലായി, ഒരു ടോളും ഒരു ഡാർഫും കൂടെ ക്രോസ് ചെയ്തപ്പം ഒരു ടോള് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ സാധാരണ ഒരു നീളം കൂടിയതും ഒരു നീളം കുറഞ്ഞതും ഉണ്ടാകുമ്പം അതിന്റെ ഇടയിലുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടയിലുള്ളതെല്ലാം ഉണ്ടാവും. പക്ഷെ മെന്റലും ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു ഇടയിലുള്ളത് ഉണ്ടായില്ല. അതുപോലെ തന്നെ ഒരെണ്ണം ഹിഡൻ ആയിട്ട് ഇരിക്കുകയല്ല, അവിടെ സ്മോൾ ടി ഹിഡൻ ആയിട്ട് ഇരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ? ആ ഒരു ഫൈൻഡിങ്സിന്റെ ബലത്തിലാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തത്. അതായത് F1 ജനറേഷന് നിർത്തിയില്ല. അതായത് ഒരു ടോള് ഒരു ഡോർഫിനെ ഇത് ചെയ്തപ്പോൾ ഒരു ടോള് കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു, ആ ടോളിനെ എടുത്തിട്ട് വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ സ്വയം മലയാളം അറിയത്തില്ല, സ്വയം, അതായത് വേറെ പ്ലാന്റ്സ് അല്ല, അതിന്റെ തന്നെ പ്ലാന്റുമായിട്ട് അതിനെ ക്രോസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, പീ പ്ലാന്റ് ഈസ് എ ബൈസെക്ഷൽ പ്ലാന്റ്, അതായത് രണ്ട് ഇതും ഉണ്ട്. അപ്പം വേറെ പ്ലാന്റ് ഒന്നും വേണ്ട, അതിന്റെ തന്നെ ഇതിലൂടെ അതിന് ക്രോസ് ചെയ്യിക്കാൻ പറ്റും. അപ്പം സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കിക്കോ. He self-pollinated the first generation plant to understand what happened to the factors responsible for darkness in the first generation. അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം ഒന്ന് കണ്ടുപിടിക്കാൻ ഈ റെസസീവ് ആയിരിക്കുന്ന ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ജനറേഷനിൽ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഇതിനെ ഒന്ന് എന്ത് ചെയ്തു, എന്താ നമ്മൾ ക്രോസ് ചെയ്യിച്ചു, സെൽഫ് പോളിനേറ്റ് ചെയ്യിപ്പിച്ചു. ക്രോസ് ചെയ്യിപ്പിച്ചാൽ സെൽഫ് പോളിനേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ 6.2 ഓഫ് ദിസ് എക്സ്പെരിമെന്റ് അനലൈസ് ഓൺ. അതായത് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ കിട്ടിയേക്കുന്ന സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ് സാധനം? F1 കിട്ടിയ സാധനമാണ്. അപ്പൊ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു എ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആദർശേട്ട അടുത്ത സ്ലൈഡ് അല്ലേ? അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇത് തന്നെ. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, നമുക്കിവിടെ F1 കിട്ടിയ ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ അതിന് സെൽഫ് പോളിനേറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇവിടെ രണ്ട് ഗാമേറ്റ്സ് അല്ലേ ഉള്ളത്, ഒരു ക്യാപിറ്റൽ ടിയുടെ ഒരു ഗാമേറ്റും സ്മോൾ ടിയുടെ ഒരു ഗാമേറ്റും. അതാണ് താഴെ എടുത്ത് എഴുതിയിരിക്കുന്നത് വിത്തിൻ സർക്കിൾസ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം അദ്ദേഹം F1 കിട്ടിയ പ്ലാന്റ് ആണ് ഏറ്റവും മേളിൽ കൊടുത്തേക്കുന്നത്. ആ ഒറ്റ പ്ലാന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല ക്യാപിറ്റൽ ടി സ്മോൾ ടി. പക്ഷെ അവിടുത്തെ ക്യാരക്ടർ ഏതാണ്? ടോൾ ആണ്. കാരണം എന്താണ്, അവിടെ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ടി ആണ്, സ്മോൾ ടി അവിടെ ഹിഡൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഗാമേറ്റ് എടുത്ത് എഴുതിയേക്കുന്നുണ്ടോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പം നിങ്ങളുടെ അവിടെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിളിക്കുന്നവർ പറയണേ. അച്ചു കേൾക്കുന്നുണ്ടോ? അച്ചു, നമ്മളിവിടെ ക്രോസ് ചെയ്തില്ല. എന്താ ആദ്യത്തെ ഒന്ന് പറഞ്ഞു, ഒരു ക്യാപിറ്റൽ ടിയും അടുത്തതില് ഒരു ക്യാപിറ്റൽ ടിയും കൂടെ ഫോം ചെയ്താൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ് എന്തായിരിക്കും? സ്മോൾ ടി ആണ് സാറേ. അല്ല, ആ പിക്ചർ നോക്ക്, ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? അതില് കണ്ടോ ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാരക്ടർ എന്തായിരിക്കും അവിടുത്തെ? ഡാർഫാണോ? ടോള്. അതെ. അടുത്ത ആള് പറ. ലജിത രാജേഷ്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ് എന്തായിരിക്കും? ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടി ക്രോസ് ചെയ്താൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ് എന്തായിരിക്കും? ട്വൽ ആയിരിക്കുമോ ഡാർഫ് ആയിരിക്കുമോ? ആ പിക്ചർ നോക്കൂ കുഞ്ഞുങ്ങളെ, അതിനകത്ത് നോക്കൂ. ഡ്വാർഫോ? ഞാൻ ഇത്ര നേരം എന്ത് പറഞ്ഞേ? ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. ക്യാപിറ്റൽ ടി എന്തോ സാധനം? ടോൾ. ഓക്കെ,
രജിത രാജേഷ് കേൾക്കുന്നുണ്ടോ? അതായത് ഇവിടെ പറഞ്ഞ എന്താ, ഒരു ക്യാപിറ്റൽ ടീം നമ്മൾ ഇവിടെ രണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആ പിക്ചറിലോട്ടൊന്ന് നോക്കിക്കേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ളൊരു സാധനത്തിന് സെൽഫ് പോളിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് രണ്ടെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണത്തിന് തന്നെ അതിനകത്തോട്ട് തന്നെ പോളിനേറ്റ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി? ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, അത് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ 4 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളെ കൊണ്ടൊന്ന് പറയിക്കാൻ ശ്രമിക്കുക ഞാൻ. അതായത് ആദ്യം അച്ചു പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ക്യാപിറ്റൽ ടി ഒരു ക്യാപിറ്റൽ ടിയും കൂടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ടി ആയിരിക്കും. അവിടെ സംശയമേ ഇല്ല. ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ അത് ടോൾ ആണ്. നെക്സ്റ്റ് ലജിത രാജേഷിനോട് ഞാൻ ചോദിച്ചത്, ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. പക്ഷെ അവിടുത്തെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? ഡൊമിനന്റ് ക്യാരക്ടർ ഏതാണ്? ക്യാപിറ്റൽ ടി അല്ലേ അവിടുത്തെ ഡൊമിനന്റ് ക്യാരക്ടർ. അപ്പം അവിടുത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടോൾ ആയിരിക്കും. ഞാൻ ആദ്യം ആ ടെക്സ്റ്റിൽ അതാ എഴുതി വെക്കാൻ പറഞ്ഞ, ക്യാപിറ്റൽ ടി ഓൾവേസ് റെപ്രസെന്റ് ടോൾനെസ്, സ്മോൾ ടി ഓൾവേസ് റെപ്രസെന്റ് ഡാർക്ക്നെസ് എന്ന് എഴുതി വെക്കാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. അപ്പൊ ആരും എഴുതിയില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടെ ചേർന്നിട്ട് വീണ്ടും സ്മോൾ ടി ക്യാപിറ്റൽ ടി ഉണ്ടാവും, അതും ടോൾ ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് നോക്കിക്കേ, സ്മോൾ ടിയും കൂടെ ചേർന്ന് എന്തുണ്ടാവും? ഞാൻ പറയുന്ന ആള് പറയണേ. അമീഷ, സ്മോൾ ടി എന്തായിരിക്കും? അമീഷ പി എ, അമീഷ. സ്മോൾ ടി എന്തായിരിക്കും ക്യാരക്ടർ? ടോൾ ആണോ ഡ്വാർഫ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡ്വാർഫ്. അതിനകത്ത് എന്താ ഇത്ര സംശയം? ഓക്കെ, ഡ്വാർഫ്. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നും കൂടി പറയാം. അപ്പൊ ഇവിടെ ഡ്വാർഫ് ആണ് ക്യാരക്ടർ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 3 ടോളും 1 ഡ്വാർഫും. അതായത് 3:1. അതായത് എത്ര ടോൾ ഉണ്ട്? 1, 2, 3 ടോള്, പിന്നെ ഒരു സ്മോൾ ടി ഡ്വാർഫ്. 3:1 ആണ് റേഷ്യോ. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ ആണ് 3:1. അല്ലെങ്കിൽ നമുക്ക് ഫീനോട്ടിപ്പിക് ആയിട്ട് എഴുതുവാണെങ്കിൽ 1:2:1 എന്ന് എഴുതാം. അതൊന്നും വേണ്ട. 3:1. ജീനോടൈപ്പ് നോക്കുവാണെങ്കിൽ 3:1. 3:1 ആണ് മോണോഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ. ഓക്കെ, ഒന്നും കൂടി പറയാം. ഞാൻ എന്നിട്ട് എല്ലാവരോടും ചോദിക്കാം. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ആദ്യം എഴുതിക്കോ. ടി എന്ന് പറയാം, ക്യാപിറ്റൽ ടി ഓൾവേസ് റെപ്രസെന്റ് ടോൾനെസ്. അത് എഴുതി വെക്ക്. നിങ്ങൾ എഴുതി വെക്കാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ക്യാരക്ടർ ലെറ്റർ നമ്മൾ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ്. സ്മോൾ ടി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഡ്വാർഫിനെ അതായത് നീളം കുറഞ്ഞതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒരു ക്രോസ് ഉണ്ടാവുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ക്രോസ് നോക്കി ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന സ്മോൾ ടി ഒരു ആദ്യത്തെ സെൽഫ് പോളിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ F1ന്റെ ക്രോസ് കൊടുത്തേക്കുന്നുണ്ടോ? ടോളിന് എഴുതിയിട്ട് ടി എഴുതിയേക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ക്രോസിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ വരുന്നുണ്ടോ, അതായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ അത് ഓർത്താൽ മതി. അതിനകത്ത് കുറെ വേരിയേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല. ഏതെങ്കിലും ഒരു ക്രോസിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ അവിടെ എഴുതിയിട്ടുണ്ടോ, അത് എന്തായിരിക്കും? നമ്മുടെ ഡൊമിനന്റ് ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉത്തരം ടോൾ ആയിരിക്കും. സ്മോൾ ടി വന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ? അത് ഡ്വാർഫ് ആവത്തുള്ളൂ. അതിൽ കൺഫ്യൂഷൻ വേണ്ട. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി വന്നാൽ മാത്രമേ ടോൾ ആവത്തുള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം. അതില് എവിടെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ലെറ്ററിന്റെ ക്യാരക്ടർ ആയിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ആൻഡ്രോസിന് മനസ്സിലായോ? ആൻഡ്രോസ് ഷിജു മനസ്സിലായോ? ആൻഡ്രോസ് ഷിജുവിന് മനസ്സിലായോ? പറഞ്ഞില്ല. അന്ന സിസ ആന്റണി മനസ്സിലായോ? ഓക്കെ. അശ്വിനി ശിവൻ? സാറേ മനസ്സിലായി. ഗോപികയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? മൈക്ക് ശരിയായോ? ഓക്കെ. പിന്നെ ആരാ ഉള്ളത്? ജസ്റ്റിൻ ഷാജി മനസ്സിലായോ? ഓക്കെ. ലജിത രാജേഷിന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നേ. മനസ്സിലായി. ഓക്കെ. പവിത്രക്ക് മനസ്സിലായോ? പവിത്ര? മനസ്സിലായി സർ. ഷാജി വി എച്ച്?
മനസ്സിലായി സാർ. വേദയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. ബിബിൻ ഒന്നും വന്നിട്ടില്ലേ? ബിബിന് മനസ്സിലായോ എന്തോ? ബിബിൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ഇത്ര ഉള്ള കാര്യം. ഒരു 2 ക്യാരക്ടേഴ്സ്, അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെനറ്റിക്സ് ആണ്. ഗ്രിഹർ ജൊഹാൻ മെന്റലുടെ എക്സ്പെരിമെന്റ് ആണ്. അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ് പൈസൻ സക്ടൈവം പ്ലാന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് 14 ക്യാരക്ടേഴ്സ് ആ പ്ലാന്റ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ടോള്, ഡാർക്ക്. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആണെങ്കിൽ ആക്സിയല്, ടെർമിനല്. ബിബിൻ വന്നെന്ന് തോന്നുന്നു. ബിബിനെ പഠിപ്പിച്ച മനസ്സിലായിരുന്നു? ബിബിന് മനസ്സിലായോ പഠിപ്പിച്ചത്? ഓക്കെ, ശരി. അപ്പം അങ്ങനെ 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. ടോള്, ഡാർക്ക്, പിന്നെ പൊസിഷൻ വെച്ചിട്ടാണ് ആക്സിലെ, ടെർമിനല്, കളർ ഓഫ് സീഡ് കോട്ട്, പിന്നെ പിന്നെ ഷേപ്പ് ഓഫ് സീഡ്, റൗണ്ട്, റിങ്കിൾഡ്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പുറകെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഹൈറ്റ് മാത്രം എടുക്കുക. ഹൈറ്റ് എടുക്കുമ്പോൾ ടോളും ഉണ്ട്, ഡാർക്കും ഉണ്ട്. അപ്പൊ ആദ്യം അദ്ദേഹം ചെയ്തത് ഒരു ടോൾ പ്ലാന്റിനെ ഒരു ഡോർഫ് പ്ലാന്റിനെ കൂടെ ക്രോസ് ചെയ്യിപ്പിച്ചപ്പം അദ്ദേഹത്തിന് ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെ കിട്ടി. അതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ജീനോടൈപ്പിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നായിരുന്നു. പക്ഷെ അവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് തന്നെ ടോൾ ആയിരുന്നു. എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിന് ഡൊമിനന്റ് ക്യാരക്ടർ എന്നും അതിനകത്തുണ്ട് പക്ഷെ സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ക്യാരക്ടറിനെ റെസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹം F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. ആ F1 സെൽഫ് പോളിനേറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ അദ്ദേഹത്തിന് 4 എണ്ണം കിട്ടി. അതിൽ 3 എണ്ണം ടോൾ. 3 എണ്ണം ടോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ക്യാപിറ്റൽ ടി, രണ്ടാമത്തത് സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, മൂന്നാമത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അങ്ങനെ 3 ടോളും ഒരു ഡോർപ്പും സ്മോൾ ടി. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആണ്. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് റേഷ്യോ നിങ്ങൾക്ക് ചോദിക്കും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് F2 generation of മെന്റൽസ് എക്സ്പെരിമെന്റ് ചോദിച്ചാൽ 3:1 ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു ഡൈഹൈബ്രിഡ് ക്രോസ് ഉണ്ട്. അതിന് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളൊരു ഇതാണ്. ഡൈഹൈബ്രിഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. 9:3:3:1 ആണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ. മോണോഹൈബ്രിഡ് ആകുമ്പോൾ എന്താണ് 3:1 ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. അപ്പം ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇനി ചോദ്യം ചെയ്യാം. വേദ, വാട്ട് ഈസ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? The branch of science that deals the heredity and variations. Okay. Achu, who is the father of genetics? George Mendel. George Mendel. Grihar Johann Mendel. Okay. അത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിനകത്ത് എന്താ ചോദിക്കണ്ടേ? ബിബിനെ വിച്ച് ഇസ് ദ പ്ലാന്റ് സെലക്ടഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ? അല്ലെങ്കിൽ ഗ്രഹർ ജൊഹാൻ മെന്റൽ എക്സ്പെരിമെന്റിന് എടുത്ത പ്ലാന്റ് ഏതാണ്? ബിബിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ബിബിൻ പറഞ്ഞ പ്ലാന്റ് ഏതാണെന്ന്, പ്ലാന്റിന്റെ പേര് പറഞ്ഞ ബിബിനെ. ഗ്രാൻഡ് പി അല്ല, ഗാർഡൻ പി അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താ? ഒഫീഷ്യൽ നെയിം അല്ല, സയന്റിഫിക് നെയിം എന്താ? പിന്നെ പൈസം സെക്ടൈവം. പൈസം സെക്ടൈവം, അത് തന്നെ. ഓക്കെ. അമീഷ, അതിന്റെ പൈസം സെക്ടൈവത്തിന്റെ 7 ക്യാരക്ടേഴ്സ് ഇല്ലേ, അത് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞേ. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഏതെങ്കിലും ഒരെണ്ണം. ഹൈറ്റ് ഓഫ് പ്ലാന്റ്. ഹൈറ്റ് ഓഫ് പ്ലാന്റ്. അത് ഏതൊക്കെയാണ് ഹൈറ്റ് ഓഫ് പ്ലാന്റ് വരുന്ന പേഴ്സ്? ഇത്ര നേരം ഇതല്ലേ കുഞ്ഞെ പറഞ്ഞേ. നമ്മള് ഹൈറ്റ് എടുക്കുമ്പോ 2 ക്യാരക്ടേഴ്സ് ആണ് ആദ്യം നോക്കുന്നത്. ഏതൊക്കെയാ? നീളം കൂടിയതും നീളം കുറഞ്ഞതും, ട്വാളും ഡ്വാർഫും. ഇതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞേ. ഓക്കെ, അടുത്ത എന്താ ചോദിക്കണ്ടേ? ആൻഡ്രോ ഷിജു, കേക്കാവോ? കേക്കാ സാറ്. നേരത്തെ ഡാമേജ് ആയിരുന്നു, അതാ സാറ് മനസ്സിലായെന്ന് പറയാൻ പറ്റാതിരുന്നു. സാറില്ല, ഞാൻ ഇപ്പൊ ചോദിക്കാം.
അതിനകത്തെ F1 ജനറേഷനിലെ എങ്ങനെയാണ് വന്നേക്കുന്നത്? ടോൾ ആണോ ഡോർഫ് ആണോ? എന്തായിരുന്നു റിസൾട്ട് F1 ജനറേഷനിൽ? എന്നാ സാർ ഒന്നും കൂടി ഒന്ന് പറയാവോ? നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയില്ലേ, മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയില്ലേ പൈസൺ സെക്ടറിൽ? അതിൽ F1 കിട്ടിയ ഓസ്പ്രിങ് എന്തായിരുന്നു? ടോൾ ആയിരുന്നോ ഡോർഫ് ആയിരുന്നോ? ടോളാണോ? ടോൾ ആണ്. പക്ഷെ അതിന് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ ടി. ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് സ്മോൾ ടി. റെപ്രസെന്റ് ചെയ്യുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓസ്പ്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ടായിരുന്നു. ഓക്കെ. ഇനി അടുത്ത ആരായിരുന്നു? അടുത്ത അന്നാസിസ് ആന്റണി. നമ്മള് F1 എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ എന്താ പറയുന്നത്? ടോള്. ആ ക്യാരക്ടറിന് നമ്മൾ എന്താ പറയുന്നത്? എക്സ്പ്രസ്ഡ് ക്യാരക്ടറിന് നമ്മൾ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഒരു നീളം കൂടിയ ആളും ഒരു നീളം കുറഞ്ഞ ആളും പുറകെ വന്നിരുന്നു കഴിഞ്ഞാൽ നീളം കൂടിയ ആളിനെ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ പറഞ്ഞേ? ടോൾനെസ്. അതല്ല പിന്നെ ഡോമിനന്റ് ക്യാരക്ടർ. ഞാൻ പറഞ്ഞ ഓർക്കുന്നോ? ഡോമിനന്റ് ക്യാരക്ടർ. ഓക്കെ. അതായത് ഒന്നിന്റെ മേളിൽ ആധിപത്യം സ്ഥാപിക്കുക, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക, ഡോമിനന്റ് ക്യാരക്ടർ. ഓക്കെ. നെക്സ്റ്റ് അശ്വിനി ശിവൻ. ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിന് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? അയ്യോ, അതിന് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. ഞാൻ അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ആ F1 കിട്ടിയതിന്റെ, അതായത് ഗ്രിഹർ ജോഹാൻ മെന്റലിന്റെ ആ എക്സ്പെരിമെന്റ് തൊട്ട് താഴെ കിടക്കുന്ന ആ പോയിന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടറിന് എന്താ? റെസിസ്റ്റീവ് ട്രൈറ്റ്. ഓർമ്മയുണ്ടോ പറഞ്ഞേ? കേട്ടായിരുന്നു. ശരി. ഓക്കെ. അടുത്ത ആരാ? ഗോപിക ശിവദാസ്. നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എത്രയാണ്? അതായത് F2 ജനറേഷന്റെ റേഷ്യോനെ ഇപ്പൊ പറഞ്ഞു നിർത്തി എത്രയാ? 3:1. 3:1 കറക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഇനി എന്താ ചോദിക്കാം? ഓക്കെ. ജസ്റ്റിൻ ഷാജി. മെന്റലിയോ പറഞ്ഞു. അതായത് പാരന്റ്സിൽ നിന്നും ഓസ്പ്രിങ്സിലോട്ട് ഗമേറ്റ് വഴി കുറച്ച് ഫാക്ടേഴ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് മെന്റൽ പറഞ്ഞു വെച്ചു. പക്ഷെ ലേറ്റർ സ്റ്റഡിക്കകത്ത് അത് എന്താന്ന് കണ്ടുപിടിച്ചു. ആ ഫാക്ടേഴ്സിന് എന്താ പറയുന്നത്? അലീൽസ്. അല്ല, അലീൽസ് അല്ല, അത് ജീൻസ് ആണ്. ഓക്കെ. ജീൻസ് ആണ് ഫാക്ടേഴ്സ്. ഓക്കെ, ജീൻസ് കറക്റ്റ് ആണ്. ഓക്കെ. ലജിത രാജേഷ്. ലജിത രാജേഷിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ലജിത രാജേഷ് പറ. അപ്പം ഇവിടെ ഇപ്പം ഗോപിക പറഞ്ഞു എന്താ ഫാക്ടേഴ്സിനെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ ജീൻസ് എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതിന് 2 ഫോംസ് ഉണ്ട്. ആ ഫോമുകളെ എന്താ പറയുന്നത്? അല്ല കുഞ്ഞേ, അല്ല. ഇപ്പം നമ്മുടെ ഗോപിക ഇപ്പൊ തെറ്റിച്ച് പറഞ്ഞില്ലേ? അലീലാണ് സാധനം. അതായത് ഒരു ഗമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിനാണ് ഗമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ജീനിനകത്ത് തന്നെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനാണുള്ളത്. ആ ജീനിലുള്ള 2 ഫോമുകളെ നമ്മൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലീൽസ്. അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ 2 അലീൽസ് ഏതൊക്കെയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ 2 അലീൽസ് ഏതൊക്കെയാണ് ലജിത രാജേഷ്? ടോളും ഡാർഫും. അതെ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ജീൻസ് ആണ് ഫാക്ടേഴ്സ്. അതിനെ ആ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറിന് 2 ഫോംസുകളുണ്ട്. അതിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനകത്തൊന്നും ചോദിക്കാനില്ല. ഷാജി VH. ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? ക്യാപിറ്റൽ ലെറ്റർ ടി. ഡ്വാർഫിനെ? സ്മോൾ ലെറ്റർ ടി. ഓക്കെ, ശരി. അപ്പം ഇച്ചിരി പാടാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. ഇതുവരെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം കൂടുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നന്നായിട്ട് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ വായിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റർ, ഇതും അടുത്തൊരു ജെനറ്റിക്സിന്റെ ചാപ്റ്റർ ഉണ്ട്, അത് പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതാണ് ബേസ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഒന്നും മനസ്സിലാകത്തില്ല. ഗമേറ്റ്സുകളെ മനസ്സിലാക്കണം, ജീൻസ് മനസ്സിലാക്കണം, അലീൽസ് മനസ്സിലാക്കണം, കോൺട്രാസ്റ്റിംഗ് പേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് ഇന്ന് തന്നെ വായിച്ച് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്റെ നമ്പർ അതിലുണ്ട്. ഇവരോട് ആരോട് ചോദിച്ചാലും അവർ തരും. പേഴ്സണലി വിളിക്കാൻ ഞാൻ എത്ര വട്ടം വേണോ പറഞ്ഞുതരാം. നമുക്ക് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ ഒന്നാമത് ലൈവ് ക്ലാസ് അല്ല, എന്നാലും മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം അത് എത്രത്തോളം നിങ്ങളുടെ തലയിൽ കയറാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം എന്ന് പറഞ്ഞത്. അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണിത്. കുഞ്ഞ് ചാപ്റ്റർ, ഇച്ചിരിയേ ഉള്ളൂ പഠിക്കാൻ. പക്ഷെ അത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതിനായിരിക്കും ക്വസ്റ്റ്യൻസും കൂടുതൽ. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ ചോദിക്കാം, അല്ലെങ്കിൽ പൈസൺ സെക്ടേവ് ഏതൊക്കെയാണ് 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അത് ചോദിക്കാം. ഏത് വേണമെങ്കിലും ഇതിന് ചോദിക്കാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ആർഷേട്ടാ, നമുക്ക് നിർത്താം. ആർഷേട്ടാ, ഓക്കെ. എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓപ്പൺ സ്കൂളിംഗ് ഡയറീസ് ഇല്ലേ, അതിന്റെ എൻട്രീസ് ഒക്കെ കുറെ പേരൊന്നും അയച്ചിട്ടില്ല നിങ്ങള്. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഓപ്പൺ സ്കൂളിംഗ് ഡയറീസ് കണ്ടക്ട് ചെയ്യണത്. കുറെ ഗിഫ്റ്റുകളൊക്കെ എന്താ പറയാ കിട്ടാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ ക്രിസ്മസിനുള്ളത്. അപ്പൊ എല്ലാരും അയക്കണം. കുറച്ചുപേര് അയച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും മാക്സിമം പെട്ടെന്ന് തന്നെ അയക്കണം കേട്ടോ ഇന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടോ? വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി അയക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു സാധനമായപ്പോലും മതി, അയച്ചാൽ മതി കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ക്രിസ്മസ് കാർഡ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും അത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ. ഓക്കെ. ഓക്കേടാ. ഓക്കെ. അപ്പൊ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ആദർശേട്ടാ, ഹലോ. ഹലോ. കേക്കാവോ? കേക്കാം. ഇന്നത്തെ ക്ലാസ് വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പിള്ളേർക്ക്? ഇല്ലടാ, എനിക്ക് ഈ ഭാഗം എനിക്ക് പണ്ടേ വീക്കാ ഞാൻ. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് ക്ലാസ് ഇരുന്നപ്പോൾ നമുക്ക് മനസ്സിലാത്ത പോസ്റ്റ് ഇതെങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത് എനിക്ക് ഒരു രൂപമില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ പോവാം, കുറേശ്ശെ പഠിപ്പിക്കാന്നുള്ളൊരു രീതിയിലിരുന്നു. എന്നുവെച്ചാ പറഞ്ഞൊക്കെ എന്തെങ്കിലും കത്താ. പറഞ്ഞു. ഈ ക്രോമസോണിന്റെ ഭാഗം എനിക്ക് ഇപ്പോഴും വലിയ ക്ലാരിറ്റിയിലെത്താം. അന്ന് പഠിക്കുമ്പോൾ ഞാൻ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാനത് മാർക്ക് പിടിച്ചത്. എനിക്ക് അത്രമാത്രം ഓർമ്മ. അതെല്ലാരും അങ്ങനെയാ. ഇതെല്ലാവർക്കും അല്ല, പറഞ്ഞതിൽ എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് കുഴപ്പമൊന്നും തോന്നിയില്ല. പിള്ളേർക്ക് ഇത് എത്രമാത്രം മനസ്സിലായിണ്ടാവുന്നുള്ള എനിക്ക് അറിയില്ല. അതെ, ആരുടെ നിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയ. ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇനി മറ്റേ ബോർഡില്ലേ, മറ്റേ പുള്ളിയില്ലേ, അവിനാശോ, എന്ത് പുള്ളിയുടെ പേരെന്താ, മറ്റേ നമ്മുടെ മാത്സ് പഠിപ്പിക്കുന്ന അഭിനേഷ്. പുള്ളിയുടെ അടുത്ത് ആ വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷന്റെ കാര്യം ഒന്ന് ചോദിക്കണം. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതൊന്ന് എഴുതി പഠിപ്പിച്ചാലും മനസ്സിലാവോ എന്നുള്ളത് സംശയമാണ്. അത് ഒന്ന് അന്വേഷിച്ച് നോക്കാം ഞാൻ അവനോട് ചോദിച്ചിട്ട്. ഓക്കെ. താങ്ക് യു ആദർശേട്ടാ. ഓക്കെ. നാളെ പരിപാടിക്ക് വരില്ലേ? ടൈം കറക്റ്റ് വന്നോളാം.